വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നെടുമങ്ങാട് ടൗൺ മുസ്ലിം ജമാഅത്ത് പള്ളിയിനടുത്തുള്ള നൂരിയ റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ 2 കോംബോ, ഒരു ബീഫിൻ്റെ ഒരു ചിക്കൻ്റെ കോംബോ ഞാനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം, നമുക്ക് അകത്തോട്ട് പോവാം. ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ നൂരിയ റെസ്റ്റോറൻറ്റിന്റെ കോംബോയാണ്. ഇത് ബീഫിന്റെ കോംബോ, അതായത് ഇതുപോലെ തന്നെ വലിയ പീസാണ്, ബിരിയാണി പീസാണ്. ഇതിനൊരു 4 പീസും വരും, 3 പൊറോട്ടയും 130 രൂപ. സെയിം തന്നെ ഇതേപോലത്തെ ഒരു പീസും 3 പൊറോട്ടയും 140 രൂപ. ഇതാണ് ചെയ്യണം, അതിന്റെ മസാല റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് 2 വേണ്ടിയുള്ള മസാല അടിക്കും. ഇതാണ് അതിന്റെ പൊടിയുടെ ഐറ്റംസ്. ഇതിനൊരു പ്രത്യേക പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല അടിക്കാൻ വേണ്ടിയുള്ള ഇതിനു വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റാണ്. അപ്പോൾ ഉപ്പ് ചേർക്കാം, മഞ്ഞപ്പൊടി ലേശം, മല്ലിപ്പൊടി ലേശം, 1 കിലോ ബീഫും ഒരു 3 കോഴിയാണ്. മല്ലിപ്പൊടി 3, മുളക് പൊടി 1, 2, 3. ഇത് മസാല, ബിരിയാണി മസാല, ഗരം മസാല, പെരിഞ്ചീരപ്പൊടി. ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ മസാല നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഈ മസാലയിൽ ലേശം ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ബീഫിൽ പുരട്ടി 1 മണിക്കൂർ പിടിക്കണത് നല്ലപോലെ. അടുത്ത ചിക്കനിൽ പുരട്ടാം. ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പുരട്ടനാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മസാല നല്ലപോലെ പിടിക്കണം അകത്ത്. ഇവിടെ നമ്മൾ പല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്ന, ഒരു സ്ഥലത്ത് കിച്ചനാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ബിരിയാണി ആകുമ്പോൾ തന്നെ ബിരിയാണിക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്, വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെയൊക്കെ സൗണ്ടുകളാണ്. ചിക്കൻ്റെ മസാല നമ്മൾ അടിച്ചു. ഇനി ഈ 2 സാധനത്തിലും കുറച്ച് കപ്പലണ്ടി. മെയിൻ ഹൈലൈറ്റാണ് കപ്പലണ്ടി. ഇനിയാണ് യഥാർത്ഥ പൊടി കൂട്ടാൻ പോണത്. എരിയ മുളക്, ബുള്ളറ്റ് മുളക് എന്ന് പറയും, തൊണ്ടമുളക്, വെളുത്തുള്ളി. ഇത് നമ്മൾ ഇഞ്ചി ഇടൂല, ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും. അതിന് കരിയപ്പില, പുതിനയില, രമ്പയില. ഇതാണ് ഇതിൻ്റെ പൊടി. ലാസ്റ്റിൽ വറ്റൽമുളക്, ഉപ്പ്, ഗരം മസാല. നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പോൾ മസാല ഇത് പൊടിയാണ്. ആദ്യം ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ പൊടി 2ാമത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. ആ പൊടിയും ഇതുമായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കോംബോ പൊറോട്ടയാണ്. അപ്പം ഇത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ പോകണം. ഞാൻ കയ്യെല്ലാം കഴുകിയിട്ട് വരട്ടെ. അപ്പോഴേ നമുക്കിനി ഇതിനെ ഒന്ന് ഒരു വേവിക്കണം. വെള്ളം കുറച്ച് ചൂട് വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം കുക്കർ ഏകദേശം നമുക്ക് വിസിലായിട്ടുണ്ട്. ലേശം മസാല നല്ല ടൈറ്റായിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇത് ഈ കുക്കറിൽ കൂടെ ഇട്ട് നമ്മൾ വേവിക്കുമ്പം ഏകദേശം മസാല ബീഫിൽ പിടിക്കും. അതിൻ്റെ പ്രത്യേകത അതാണ്. 2ാമത് വേണമെങ്കിൽ നമുക്ക് ലേശം ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം എന്താണെന്നുള്ളത്. ബീഫ് അപ്പോഴേ ബീഫ് വെന്തിട്ടുണ്ട്. അടുത്ത മസാല ഇടാൻ പോവാം. അപ്പോൾ ഒരു കോഴിയെ 4 പീസാണ്. 4 പീസിൻ്റെ ഒരു പീസ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. കോംബോ. ഓക്കെ, ഇത് വെന്തിട്ടുണ്ട് ഏകദേശം. ഇനി പൊടി ഇടുകയാണ് ഇതിന് വേണ്ടി. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ പൊടി റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈയിലെയും ഇതാണ് 140 രൂപയുടെ കോംബോ. വലിയ 3 പൊറോട്ട, ഒരു കോഴിയെ 4 പീസാക്കിയുള്ള ഒരു പീസ്. കണ്ടോ, വെറൈറ്റി സാധനമാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഓക്കെ, ഇനി ഒരു ബീഫ് വരാറുണ്ട്. ബീഫ് റെഡി ആയിട്ട് ഞാൻ ബീഫ് ഇട്ട് കാണിച്ചു തരാം. അപ്പം ബീഫ് റെഡിയാണ്, നല്ല വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ലേശം വറ്റൽമുളക്, പെരിഞ്ചീരപ്പൊടി, ഗരം മസാല, ലേശം മുളക് പൊടി ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ബീഫിൻ്റെ 4 പീസ് ഇതാണ് നമ്മളെ കോംബോ. 4 പീസ് 3 പൊറോട്ട വന്നത്. അത് ഞാൻ ഫ്രൈ ചെയ്യാണ്.
അപ്പോഴേ 4 പീസാണ്, ഇത്രയുള്ള വലിയ പീസാണ്. 4 പീസിൻ്റെ ബീഫ് പൊരിച്ചതും 3 വലിയ പൊറോട്ടയും 130 രൂപ കോംബോ. ഓക്കെ, കുളപ്പനാണ്, ഇതിൻ്റെ മസാലയൊക്കെ കുളപ്പനാണ്, അടിപൊളിയാണ്. അപ്പോൾ 2 കോംബോയും നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ. Join us now, take a seat. From street food thrills to fine cuisine, Mirage Times, it's a foodie dream. Mirage Times, oh what a ride, flavors bursting side by side. Taste the magic flavors wide, in our hearts we won't divide. Sweet desserts and savory snacks,